ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത വീട്ടിലെത്തി സുധാകരനെ കണ്ടു. അടുത്ത ദിവസം ആലപ്പുഴയിൽ എത്തുന്ന മുഖ്യമന്ത്രിയും ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. സുധാകരൻ മയപ്പെടുമെന്ന് തന്നെയാണ് CPM നേതൃത്വം കരുതുന്നത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G ഹരിശങ്കറും രാവിലെ 10 മണിയോടുകൂടിയാണ് ജി സുധാകരന്റെ വീട്ടിലെത്തിയത്. 1 മണിക്കൂറിലധികം രണ്ട് നേതാക്കളും ജി സുധാകരനുമായി അടച്ചിട്ട മുറിയിൽ സംസാരിച്ചു. പ്രധാനമായും പാർട്ടിയുടെ അഭിപ്രായം ആണ് ഇരുവരും ജി സുധാകരനെ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പാർട്ടിയുമായി സഹകരിക്കണം, ഒപ്പം തന്നെ അംഗത്വം പുതുക്കണം തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ചർച്ചയ്ക്ക് ശേഷം ജി സുധാകരനോ ചർച്ചയ്ക്കെത്തിയ CS സുജാതയോ ഹരിശങ്കറോ പ്രതികരിച്ചില്ല. ഒന്നുമില്ല, സ്വാരസാവനെ കാണാൻ ഇടയ്ക്ക് വരാറുണ്ട്, അതുപോലെ വന്ന് കണ്ടതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ജി സുധാകരനെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. തൽക്കാലം അദ്ദേഹം പാർട്ടിക്ക് പ്രതിസന്ധി വരുന്ന രീതിയിൽ പെരുമാറില്ല, പാർട്ടിക്ക് പുറത്തേക്ക് പോകില്ല എന്നുള്ളതാണ് CPMന്റെ അനുമാനം. മാത്രവുമല്ല, അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലടക്കം പ്രചാരണ പ്രവർത്തനങ്ങളടക്കം പങ്കെടുക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നാളെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിലുണ്ട്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായാണ് മുഖ്യമന്ത്രി എത്തുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ജി സുധാകരനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കും സാധ്യതയുണ്ട്. പെരുമ്പളം പാലത്തിൻ്റെ അടക്കം ഉദ്ഘാടനത്തിലേക്ക് ജി സുധാകരനെ കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നേരിട്ട് വിളിച്ചിരുന്നു. പക്ഷേ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും CPMന് ആശ്വസിക്കാം. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനു ശേഷം 2 ദിവസം പിന്നിടുമ്പോഴും ജി സുധാകരൻ മൗനം തുടരുകയാണ്.